Namaste. Today we have with us a former CPM comrade, once a grassroots face of left politics, deeply rooted among workers in Kerala's high ranges. A leader who has now broken away from the CPM and redefined his political journey by joining the BJP. He says the shift is driven by the interest of workers, especially tea plantation laborers and communities like the Parayar and Pallar, who form a significant section of workforce in Devikulam in Idukki district. S. Rajendran, a three-time Devikulam MLA, has now joined the BJP, marking a major shift in Kerala's plantation belt. Once a ground-level organizer among tea estate workers, Rajendran says CPM neglected worker leaders and allowed key welfare projects to stall. He is now focusing on cooperative initiatives, emphasizing development and looking to consolidate support among Tamil-speaking and plantation communities. This time, he is contesting the election on a BJP ticket. Will Rajendran be able to draw support from traditional CPM voters? And what exactly is the reason behind this political shift? He speaks exclusively to organizer. Most importantly, in 2021, the margin between the CPIM candidate A. Raja and the Congress candidate D. Kumar was around 7,000 votes. What majority are you expecting for the BJP in Devikulam this time? ആദ്യമായാണ് ഇത്ര ഒരു നല്ല ഫൈറ്റ് പ്രൊമോഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ BJPക്ക് എന്നുള്ള മട്ടിൽ ഇവിടെ ഒരു വലിയ ഒരു സോഴ്സ് ആ നിലയിൽ നിന്നാണ് മേളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഇപ്പോ അങ്ങനെ ഒരാഴ്ചയും കൂടി ആയാലാണ് കൃത്യമായ ഒരു കണക്കിലേക്ക് എത്താൻ പറ്റുള്ളൂ. Rajendran ji, after over 40 years in the CPIM, how do you assess the party's role as a workers' party? പാർട്ടിക്ക് ഒരു കോട്ടവും ആശയപരമായ കാര്യത്തിലോ നയപരമായ കാര്യത്തിലോ പാർട്ടിക്ക് ഒരു പ്രശ്നമല്ല. പാർട്ടിയുടേതായ നേതാക്കളായി കണക്കാക്കുന്ന ആളുകളുടെ പ്രവർത്തന ശൈലിയിലും നയത്തിലും ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലയിൽ നിലനിൽപ്പിന് വേണ്ടി കൂടെ നിൽക്കുന്ന ആളുകളെ പോലും ചതിക്കുന്ന അല്ലെ കള്ളം പറഞ്ഞ് അവരെ അവമാനിക്കുന്ന ഒരു പ്രവൃത്തി ഉടലെടുത്തിട്ടുണ്ട്. അത് ശക്തിപ്പെട്ടിട്ടുണ്ട്. വർഷങ്ങളോളം അത് ചുമക്കേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ പോലും ആ നിലയിൽ വീണ്ടും പരസ്യമായി അവമാനിക്കപ്പെടുമ്പോഴാണ് നമ്മൾ അതിനെയൊക്കെ അതിജീവിക്കാൻ വേണ്ടി ഉപേക്ഷിക്കേണ്ട സാഹചര്യം വരുന്നത്. One thing that was heard at the time when you left the party is that CPM leaders claimed your exit won't impact them at all. Has your relevance been overstated? Or is there a real risk that your personal vote bank stays with the CPM, not with you? ഞാൻ ഈ പറഞ്ഞല്ലോ, പാർട്ടി CPM കൊണ്ടു നടക്കുന്ന പ്രവർത്തകരുടെ നേതാവ് അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർ കാട്ടിക്കൂട്ടുന്നതിനെ എല്ലാം കുറെ കാലത്തേക്ക് സഹിക്കാം, ഉള്ളിൽ തന്നെ സഹിക്കാം. പരസ്യമായി വരുമ്പോഴാണ്, ഇപ്പൊ ഞാൻ ചതിയനാണ്, രാജയ്ക്കെതിരെയായിരുന്നു, അധികാരമോഹിയാണ് എന്നെല്ലാം പറഞ്ഞ് പരസ്യമായി ആക്ഷേപിക്കുമ്പോൾ ആത്മാഭിമാനം വിറ്റ് അവരുടെ കീഴിൽ തന്നെ നിൽക്കണം എന്നുള്ള ആ ഒരു പ്രവണതയ്ക്ക് നമുക്ക് കീഴ്പ്പെടാൻ ആവില്ല. അപ്പോൾ നമ്മൾ അതിനെ ഉപേക്ഷിക്കേണ്ടി വരും. അങ്ങനെ ഉപേക്ഷിക്കുന്നതും വേർപിരിയുന്നതും ആണ് നമ്മൾ പുറത്തു വരേണ്ട സാഹചര്യം ഉള്ളത്. പിന്നെ 4-5 വർഷക്കാലം നിശബ്ദമായിരുന്നു. പക്ഷെ കൂടെ നിന്ന ആളുകളും ഒപ്പമുള്ളവർക്കും എല്ലാം അഭിപ്രായങ്ങൾ പിൻതലമുറക്കാർക്കും ഇപ്പോൾ സാമൂഹിക വ്യവസ്ഥയിലും നമുക്ക് ഇടപെടാൻ, പ്രവർത്തിക്കുവാൻ, അനുഭവം ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കണം എന്ന് വന്നപ്പോഴാണ് പിന്നെ എന്താണ് ഭാവി എന്ന് കണക്കാക്കുമ്പോൾ ഒരു 10 കൊല്ലത്തിനുള്ളിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ ഭാവിയൊന്നും ഉണ്ടാവില്ല. ആ 10 കൊല്ലത്തിനുള്ളിൽ തീർക്കേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം. അതിനകത്ത് ഒരു ആശങ്കയോ അല്ലെങ്കിൽ അതിനെ ഒരു പ്രധാനമായി നമ്മൾ നാണിച്ചോ അല്ലെങ്കിൽ പിന്നെ ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് എന്നുള്ള നിലയിലോ കണക്കാക്കേണ്ടതില്ല. കാരണം മോഡിയുടെ വികസനവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഉൾക്കൊള്ളാമെങ്കിൽ എന്തുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അദ്ദേഹത്തിനെ സമീപിച്ചുകൂടാ? BJPനെ ഉൾക്കൊള്ളുന്നതിന് എന്താണ് പ്രശ്നം എന്നുള്ള
അവസാനത്തെ അവലോകനത്തിലും വ്യൂഹത്തിലാണ് ഞങ്ങൾ പിന്നെ BJP-യിലോട്ട് വന്നത്. Rajendranji, you are a ground level leader in Devikulam, and this constituency in Idukki has a unique feature of having a significant Tamil speaking population alongside Malayalis. What are the major challenges they face in the high range regions? വനവുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ പട്ടയഭൂമികൾ, കൃഷിഭൂമി വന വകുപ്പ് അപഹരിക്കുന്നുണ്ട്. പട്ടയഭൂമിക്കകത്ത് പ്രവേശിക്കാൻ കഴിയില്ല. ഗതാഗത യോഗ്യമായ രാജാക്കന്മാരുടെ കാലത്തുള്ള റോഡ് പോലെ ഇപ്പൊ നേരിമംഗലം മുതൽ അടിമാലി വരെയുള്ള ഒരു 6 കിലോമീറ്റർ 12 കിലോമീറ്റർ വരെ വരുന്ന ആ ദൂരത്ത് ആണെങ്കിൽ പോലും അതിനെ അപഹരിക്കുകയും കേസ് കൊടുക്കുകയും അത്തരത്തിലേക്കുള്ള ചില പ്രശ്നങ്ങളും എല്ലാം വികസനത്തിന്റെ തടസ്സം നിൽക്കുന്നു. വന്യജീവികൾ കൊണ്ട് നിത്തം മരണപ്പെടുന്ന ജീവികളുണ്ട്. അത് വളർത്തുന്നതായിട്ടുള്ള പശുക്കളും കന്നുകാലികളുമുണ്ട്. അതിൽ മരണപ്പെടുന്ന ഇപ്പൊ ഈ മിനിഞ്ഞാന്ന് കല്ലാറിൽ പോലും ഒരു മരണമുണ്ടായി. ആളെ ചവിട്ടിക്കൊന്നു. കടുവയുണ്ട്, പുലിയുണ്ട്. അപ്പൊ ഈ രൂപത്തിലേക്കുള്ള പ്രശ്നങ്ങൾ, കുരങ്ങ്, മയില്, ഇത്തരത്തിലുള്ള ഒട്ടനവധി പ്രയാസങ്ങൾ അക്കാര്യത്തിലുണ്ട്. What is your long-term vision for them, and what can you do to ensure better living conditions for workers in this region, including those from Dalit and Adivasi communities? തോട്ടം മേഖലയിൽ തോട്ടം തൊഴിലാളിയുടെ മകൻ എന്നുള്ള നിലയ്ക്ക് 10 മുറിക്കകത്ത് 8-10 പേര് ജീവിച്ച കാലങ്ങളാണ് ഇപ്പോൾ തുടർന്നത്. അതിനെ മറികടക്കാനുള്ള സാമ്പത്തിക സഹായവും ഒരു റീഹാബിലിറ്റേഷൻ സ്കീമും ഒക്കെ വേണമെങ്കിൽ ഈ പറയുന്ന 2 കാര്യത്തിനോടൊപ്പം തന്നെ 2021 ശേഷം വന്നിട്ടുള്ള ജാതി സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കല്, ഇത്തരത്തിലുള്ള ഈ പ്രധാനപ്പെട്ട കാരണങ്ങളെല്ലാം നിയമ ഭേദഗതി വരുത്താൻ കേന്ദ്രത്തിലാണ് നിശബ്ദത. അപ്പൊ അവർക്കേ കഴിയുള്ളൂ. അതാണ് നിയമം, അങ്ങനെയാണ് ഭരണഘടനാ വ്യവസ്ഥ, മൂല നിയമം അവിടെയാണ്. അന്നേരം ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ പിന്നെ അതിനെ നമ്മൾ ഈഗോ കണക്കാക്കുകയോ അല്ലെ പാരമ്പര്യം കണക്കാക്കിയിട്ടോ കാര്യമില്ല. കാരണം ഒട്ടനവധി തലമുറക്കാരും പിൻഗാമികളുമായിട്ട് ജീവിക്കാനും ജീവിതവും സർട്ടിഫിക്കറ്റും ഒക്കെ അതിനകത്ത് പെട്ടിട്ടുള്ളത് കൊണ്ട് BJP-യിലേക്ക് കൂടുക എന്നുള്ള നിലയിലേക്കാണ് പ്രവർത്തക രംഗത്ത് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. You said that you left the party after humiliation. Was this ideological or purely personal fallout? അത് ഞാൻ ഈ പറഞ്ഞ വനവും ബന്ധപ്പെട്ട് ജാതി സർട്ടിഫിക്കറ്റ്, പിന്നെ ലയത്തിലെ താമസം, അതല്ലാതെ 4 സെന്റോ 2 സെന്റോ ഉള്ള ആളുകൾക്കെല്ലാം ഒരു 50,000 വീടെങ്കിലും ആദ്യക്കെടുക്കലായി കിട്ടണം എന്നുള്ളത് കൂടെ ഡിസ്കഷൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരു പോസിറ്റീവ് അപ്രോച്ച് ഉണ്ട് അക്കാര്യത്തിൽ. അതെല്ലാം നടക്കും. പാർട്ടി എന്ന് പറയുന്നത് നയപരമായ ആശയപരമായ പ്രശ്നങ്ങളില്ല. എന്നാൽ നേതാക്കന്മാരായിട്ടുള്ള ചില ആളുകൾ എടുക്കുന്ന സമീപനത്തിൽ ആ വർഗീയത എന്ന് പറയുന്നതും അനുഭവപ്പെടുന്നു. ഏത് പാർട്ടിക്കകത്തും, എല്ലാ പാർട്ടിക്കകത്തും ഇന്ന് അത് ഉള്ളിന്റെ ഉള്ളിലുണ്ട്. അത് വളരെ സജീവമായിട്ടുണ്ട്. ഐഡിയോളജി കൊണ്ട് എത്ര ദൂരം എത്തി? 40 വർഷക്കാലം കൊണ്ട് എന്തോരം എത്തി? ഇനി അടുത്ത ജനറേഷനും ഈ ഐഡിയോളജി കൊണ്ട് എവിടെ വരെ എത്തും? നമുക്ക് പ്രവർത്തന രംഗത്ത് ജീവിക്കുന്ന പ്രായോഗിക ജീവിതത്തിൽ ആർക്ക് എന്തെല്ലാം സൗകര്യം ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുക എന്നുള്ളതല്ലാതെ 1000 വർഷക്കാലം നമ്മൾ ജീവിക്കാൻ പോകുന്നില്ല. അതിനു മുമ്പ് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. സാധാരണക്കാരുടെ മുമ്പിൽ ജാതിയും ഇല്ല, മതവും ഇല്ല. അവനക്ക് അവന്റെ വിശപ്പും പോരായ്മകളും കുറവും കുറ്റങ്ങളും ബുദ്ധിമുട്ടുകളും അവന്റെ മുമ്പിലുള്ളൂ. അതുകൊണ്ട് അവനെ ആര് സഹായിച്ചാലും അവർ സ്വീകരിക്കും. കോൺഗ്രസ് ദീർഘകാലമായ ഭരണം ഉണ്ടായിരുന്നുവെങ്കിലും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അതിപ്പം 4 വരി പാതയാകട്ടെ, 6 വരി പാതയാകട്ടെ, റെയിൽവേ ആകട്ടെ, പെൻഷൻ സ്കീം ആകട്ടെ, ഇത്തരത്തിലുള്ളതിലൊന്നും അവർക്ക് ഇടപെടാനൊന്നും കഴിഞ്ഞില്ല. അവർക്ക് ഭരണം നഷ്ടപ്പെട്ടപ്പോഴാണ് വീണ്ടുണർവ് അതിനകത്ത് അയ്യോ വിട്ടുപോയി എന്നുള്ള മട്ടിലേക്ക് ചിന്തിക്കുന്നത്. എന്നാൽ ആ സമയത്ത് ആൽ ഇന്ത്യ തലത്തിൽ, ദേശീയ തലത്തിൽ ഭരണത്തിലേക്ക് എത്താനുള്ള സാഹചര്യമില്ല. LDF ആണെങ്കിൽ ഇപ്പൊ സംസ്ഥാനത്ത് മാറി നിൽക്കുന്നു, ഒരു ആൽ ഇന്ത്യ പാർട്ടിയായി നിലനിൽക്കുന്നു എന്നുള്ളതല്ലാതെ ഭരണത്തിലേക്ക് ഇന്ത്യയോടൊപ്പം വരാൻ സാധിക്കുമെന്നുള്ള ഒരു 10 കൊല്ലത്തേക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അപ്പോ LDF-ഉം UDF-ഉം ജോയിൻ ചെയ്ത് ഇന്ത്യയായി വന്നാലും അവർക്ക് ചെയ്യാൻ കഴിയുന്ന പരിമിതി, നിയമ ഭേദഗതി ഒന്നും സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ കഴിയില്ല.